ഓക്കെ, നമുക്കപ്പം സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോഡ്ഷെഫിൽ ഇപ്പം നമുക്ക് ഒരു കോൺടെസ്റ്റ് നടപ്പുണ്ട് ഒരു 10 ദിവസത്തേക്ക് വേണ്ടി. നമ്മൾ തന്നെ ഇട്ട ചോദ്യങ്ങൾ, സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെയാണ്. നിങ്ങൾ ഓരോ ദിവസവും ഓരോ പ്രോബ്ലം ചെയ്ത് നോക്കേണ്ടതാണ്, പഠിച്ച് നോക്കേണ്ടതാണ്. അതിന് ആദ്യം ഒരു 2 എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതാണ് കോഡ്ഷെഫിന്റെ സൈറ്റ്. നിങ്ങൾക്ക് ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ്റെ ഒരു ലിങ്ക് തരുന്നതായിരിക്കും. അത് ഇതാണ് ലിങ്ക്. അപ്പോഴത്തേക്ക് ഇവിടെ ഈ ഇത്രയും പ്രോബ്ലംസ് കാണുന്നില്ലേ, അതാണ് ഈ കോമ്പറ്റീഷൻ്റെ ഇത് 10 ദിവസം ഉണ്ട്. ഇനി 10 ദിവസം 16 മണിക്കൂറും ഉണ്ട്. അതിൻ്റെ മുമ്പ് നിങ്ങൾ ഈ പ്രോബ്ലംസ് എല്ലാം സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പം ഞാനിപ്പോൾ 2 പ്രോബ്ലം ചെയ്താണ്, ഈ ആദ്യത്തെ 2 ചെയ്ത് കാണിക്കാം. ആദ്യം ചെയ്യാം. ഇത് നിൽക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് പ്രോബ്ലം കാണും. ഇതാണ് പ്രോബ്ലം ഹെഡിങ്. യു ഹാവ് ടു ഡിസ്പ്ലേ ഗിവൺ n numbers. അപ്പോൾ ഇൻപുട്ട് ടേക്ക് നമ്പർ t as input representing count of input numbers to be tested. Each test case contains a single line of input and integer n. ഇതാണ് ഇൻപുട്ട്. ഔട്ട്പുട്ട് നമ്മൾ എന്താ വെച്ചാൽ ഈ പ്രോബ്ലം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു നമ്പർ തരും, അതാണ് നമ്പർ ഓഫ് ടെസ്റ്റ് കേസ്. ആ ടെസ്റ്റ് കേസ് ഇപ്പൊ 4 ആയപ്പം അതിന്റെ ശേഷം 4 ഡിജിറ്റ് കാണും. 4 ഡിജിറ്റ് അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യണം. 4 എന്നു 0297. അപ്പൊ ഔട്ട്പുട്ട് വരേണ്ടതും 0297 ആണ്. അതായത് 4 ഡിജിറ്റ് ഉണ്ട്. ഇപ്പം 5ഉം 1 2 3 4 5 ആണെങ്കിൽ ഔട്ട്പുട്ട് വരേണ്ട 1 2 3 4 5 തന്നെ ഔട്ട്പുട്ട് വരണം. അതും ഓരോ ലൈൻ വിട്ട് അടുപ്പിച്ചൊന്നും വരാൻ പാടില്ല. അതിന്റെ ഫോർമാറ്റിംഗ് നോക്കണം, അല്ലെങ്കിൽ എറർ വരും. ഇതിപ്പം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം. അതിന്റെ മുമ്പ് ഇവിടെ കൺസ്ട്രെയിൻസ് ഒരു സാധനം കണ്ടോ? അത് വെച്ചാൽ ഈ എന്ന് പറയുമ്പോ ഈ നമ്പറാണ്. ഇത് ടി ആണ്. ഈ ആദ്യത്തെ 4 ടെസ്റ്റ് കേസിന്റെ നമ്പറാണ് ടി. സാധാരണ ജനറൽ ആയിട്ട് ഉള്ള എല്ലാ പ്രോബ്ലംസിനും കോഡ്ഷെഫിലുള്ള ഓൾമോസ്റ്റ് ഓൾ പ്രോബ്ലംസിനും ഈ കൺസ്ട്രെയിൻസ് ടിയും കാണും എന്നും കാണും. അപ്പം പിന്നെ ഇവിടെ ഇതുണ്ട്, ഒരു ടൈം ലിമിറ്റ്, 1 സെക്കൻഡിൽ എക്സിക്യൂട്ട് ആണ് പ്രോബ്ലം. ഇപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, കാരണം ഇപ്പൊ ഇതിൻ്റെ അകത്തുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾ എങ്ങനെ ചെയ്താലും അത് 1 സെക്കൻഡ് താഴെ വരത്തുള്ളൂ. പക്ഷെ ഇച്ചിരി കഴിയുമ്പം 1 സെക്കൻഡ് താഴെ വരാൻ ചിലപ്പം 1 സെക്കൻഡ് മേളിൽ പോകും. 1 സെക്കൻഡ് മേളിൽ പോകും. അപ്പൊ നിങ്ങൾ കോഡ് ഒപ്റ്റിമൈസ് ചെയ്യണം. അതാണ് കോമ്പറ്റീറ്റീവ് പ്രോഗ്രാമിംഗ്. പക്ഷെ ഇപ്പൊ നമ്മൾ സാധാരണ ഒരു രീതിയിൽ ചെയ്തിട്ട് അത് ടൈം ലിമിറ്റ് കഴിയുവാണെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ ചിന്തിച്ച് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഉള്ള പ്രോബ്ലംസ് എല്ലാം സിമ്പിൾ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇത് ഈ 10⁹9 എന്ന് വെച്ചാൽ ഇവിടെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10⁹9 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസ് 10⁹9ന്റെ ഇടയ്ക്ക് കയറുന്നതാണ്. വെച്ചാൽ ഇതിപ്പോ 0 ആകാം, 10⁹9 വരെ എത്തും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴത്തേക്കും ഒരു ഇൻറ്റീജർ വേരിയബിൾ മതി. 10⁹9 വരെ സ്റ്റോർ ചെയ്യാൻ ഒരു ഇൻറ്റീജർ വേരിയബിൾ മതി. അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പക്ഷെ ചില ചോദ്യങ്ങളിൽ 10⁹9നേക്കാളും കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഇൻറ്റീജർ ഉപയോഗിച്ചാൽ അത് പറ്റത്തില്ല. അപ്പൊ ലോങ് ഇൻറ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അത് ഉപയോഗിക്കണം. അത് നിങ്ങൾ ചുമ്മാ നോക്കിയാൽ മതി, നെറ്റിൽ ലോങ് ഇൻറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ മനസ്സിലായി എങ്ങനെ ഉപയോഗിക്കും. സാധാരണ ഇൻറ്റിന് പകരം ഒരു ലോങ് ഒന്ന് ചേർത്താൽ മതി മുമ്പ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഒരു കമ്പ്യൂട്ടറിന് 10⁸8 ഓപ്പറേഷൻസ് 10⁸8 ഓപ്പറേഷൻസ് ചെയ്യാം 1 സെക്കൻഡിൽ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നിങ്ങളുടെ ടൈം ലിമിറ്റ് എക്സീഡ് ആവും 1 സെക്കൻഡ്സിനേക്കാളും കൂടുതൽ. അത് എങ്ങനെയാന്ന് വെച്ചാൽ 10⁸8 ഓപ്പറേഷൻസിനേക്കാളും കൂടുതലുള്ള ഇത്. കാരണം ഇപ്പം ഈ ടെസ്റ്റ് കേസിന്റെ ഇവിടെ കൺസ്ട്രെയിൻ തന്നിട്ടില്ല. ചില ചോദ്യങ്ങളിൽ ടെസ്റ്റ് കേസിന് ഒരു കൺസ്ട്രെയിൻ തരും 10⁸9 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്.
അപ്പത്തേക്ക് നമ്മൾ ഓരോ ഓപ്പറേഷനും ഒന്നൊന്നായിട്ട് ചെയ്യുവാണെങ്കിൽ ടൈം ലിമിറ്റ് പോകും. അതിപ്പോ നിങ്ങൾ നോക്കണ്ട, ഞാനേലും ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം, ഈ പ്രോബ്ലം ചെയ്ത് കാണിക്കാം. അപ്പം ആദ്യം ഒരു ടെസ്റ്റ് കേസിന്റെ ഇന്റീജർ എടുക്കണം, പിന്നെ ഓരോ തവണ ഇത് വരുമ്പോഴും അത് തന്നെ പ്രിന്റ് ചെയ്യണം. അപ്പൊ അതാണ്. അപ്പം ഹാഷ് ഇൻക്ലൂഡ് stdio.h പിന്നെ ഇൻഡ് മെയിൻ. ആദ്യം ഇൻഡ് ടി, ഇതാണ് ഈ ടി, ഇത് ഈ നമ്പർ എടുക്കുന്നത്. അപ്പം സ്കാനഫ് ആൻഡ് ടി. ഹലോ ആൽവിനെ, മറ്റേ അവർക്ക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഓക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഇവിടെ നിന്ന് ചെയ്യാം. നിങ്ങൾക്ക് ID ഉപയോഗിക്കാം, അല്ലെങ്കിൽ ID ഇല്ലെങ്കിൽ ഇതിന്റെ അകത്തുനിന്ന് തന്നെ ചെയ്യാൻ കേട്ടോ. അത് ഇവിടെ സബ്മിറ്റ് നിൽക്കുക, അപ്പം ഇവിടെ ID വരും, ID വരും. അതായത് നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ C ആണ്, അപ്പൊ CGCC ഇതാണ്. അപ്പോഴത്തേക്ക് പിന്നെ ഇൻഡ് ടി സ്കാനഫ് പെർസെന്റേജ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, വലുതാണ്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ നമ്മള് ടി എന്ന് പറഞ്ഞ വേരിയബിൾ എടുത്തു. ഇനി ഇത് ടി ടൈംസ് ഓക്കെ പ്രോം സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റില് ആദ്യം ടി എടുത്തിട്ട് അത് ടി ടൈംസ് ഇൻപുട്ട് വരും എന്നല്ല പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ലൂപ്പ് ഉപയോഗിക്കാം. അപ്പത്തേക്കും നമുക്ക് ലൂപ്പ് ഉപയോഗിക്കാം. ഇപ്പൊ വൈൽ ലൂപ്പ് ഉപയോഗിക്കാം. വൈൽ ടി മൈനസ് മൈനസ് എന്ന് കൊടുത്താൽ കാര്യം തീരും. ഇതെന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ടി ഇവിടെ ഇതിന്റെ അകത്ത് 4 അല്ലേ കൊടുക്കുന്നത്, ഇതിന്റെ അകത്ത് 4 കൊടുത്തു എന്ന് വെച്ചു. അപ്പൊ ആദ്യം ഇതിന്റെ വാല്യൂ 4 ആയിരിക്കും. ഇവിടെ ഈ ടി മൈനസ് മൈനസ് പറഞ്ഞില്ലേ, അപ്പത്തേക്കും നിങ്ങൾ പ്ലസ് പ്ലസ് കണ്ടിട്ടില്ല, അതുപോലെ തന്നെ മൈനസ് മൈനസ് എന്ന് വെച്ചാൽ അടുത്ത ഇതിൽ അതിന്റെ ഒരു നമ്പർ കുറയ്ക്കും. ഇപ്പൊ 4 ആണെങ്കിൽ അടുത്ത 3 ആവും. ഇത് 4 ആണെങ്കിൽ 3 ആവും. അത് പക്ഷെ ഇതിനകത്തില്ല, അടുത്ത സ്റ്റെപ്പിലാകുന്നത്. എന്ന് വെച്ചാൽ ഇതിപ്പം ആദ്യത്തെ തവണ ഇത് 4 ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോഴത്തേക്ക് ടിയുടെ വാല്യൂ 3 ആവും. അത് കഴിഞ്ഞിട്ട് ഈ ബോഡി കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ വരുമ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ 3 തന്നെ. പിന്നെ ഈ മൈനസ് മൈനസ് കഴിയുമ്പോഴത്തേക്കും അത് 3 തന്നെ. അടുത്ത ഉള്ളിലേക്ക് കയറുമ്പോൾ 2 ആവും, പിന്നെ 1 ആവും. അത് കഴിഞ്ഞിട്ട് ഇവിടെ 0 ആവും. 0 ആയിട്ട് കയറുമ്പോഴത്തേക്കും വൈൽ ഓഫ് 0 ഞാൻ പറഞ്ഞില്ലായിരുന്നു, വൈൽ ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ്. അപ്പോഴത്തേക്കും ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, തീർക്കും. അങ്ങനെ ഇവിടെ അടുത്ത പിന്നെ എടുക്കേണ്ടത് ഇൻപുട്ട് എടുക്കണം, ഇൻപുട്ട് എടുക്കണം. അപ്പം നിങ്ങൾക്ക് ഈ എൻഡ് ഡിക്ലറേഷൻ പുറത്തും കൊടുക്കാം, അകത്ത് കൊടുത്താലും വലിയ ഇത് വരത്തില്ല, കാരണം ഒപ്റ്റിമൈസേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ഇത് കമ്പൈൽ ചെയ്യുമ്പോൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന സാധനം നടക്കും, കമ്പൈൽ ഒന്ന് ചെയ്തോളൂ. അപ്പോഴത്തേക്കും അത്രയും വിചാരിക്കണ്ടേ, ലൂപ്പിന്റെ ഉള്ളിൽ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് സ്കാനഫ് അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞ വാല്യൂ ഇൻപുട്ട് എടുത്തു. ഇൻപുട്ട് എടുത്തതിന് ശേഷം അത് അപ്പൊ തന്നെ ഔട്ട്പുട്ട് ചെയ്താലും മതി. ഇതിപ്പം എല്ലാം ഇൻപുട്ട് ചെയ്തതിന്റെ ശേഷം ഔട്ട്പുട്ട് ചെയ്യണമെന്നൊന്നുമില്ല, അപ്പൊ തന്നെ ഔട്ട്പുട്ട് ചെയ്യാം. അപ്പം പ്രിന്റ്എഫ് പെർസെന്റേജ് പിന്നെ സ്ലാഷിന് അടുത്ത ലൈനിന് വേണ്ടി ഇത്രേ ഉള്ളൂ ഈ പ്രോഗ്രാം. ഇത് ഇത്രേ ഉള്ളൂ. അപ്പം
ഇതാണ് ഈ ആദ്യത്തെ ഇത് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇത് റൺ ചെയ്ത് നോക്കാം. ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് റൺ ചെയ്ത് നോക്കാം. ഫോണ്ട് സൈസ് കൂട്ടാമോ? അത് ഞാൻ നോക്കിയിട്ട് കൂടുന്നില്ല. അതാണ് ഇപ്പൊ കാണുന്നുണ്ടോ? ഇത് മതിയോ? ഇപ്പൊ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കസ്റ്റം ഇൻപുട്ട് കൊടുക്കാം. റൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ. ഇതിപ്പോ നേരെ സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ എറർ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കോമ്പറ്റീഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് പോയിന്റ്സ് വരും. അതുകൊണ്ട് ആദ്യം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാൻ ഇവർ തന്നെ ഇതുണ്ടോ സാമ്പിൾ ഇൻപുട്ട്, അത് തന്നെ എടുത്ത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കസ്റ്റം ഇൻപുട്ട് പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് റൺ ചെയ്യുമ്പോൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യണം. ഇവിടെ റണ്ണിങ് ഇവിടെ ഇൻപുട്ട് 4 ഇത് ഇതിൻ്റെ അകത്ത് ഔട്ട്പുട്ടിന് 7 പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അതിന്? അത് അങ്ങനെ വരേണ്ടതല്ല. ഇത് ഇവരുടെ പ്രശ്നമാണ്. ഇതിന്റെ പ്രശ്നമാണ്. ഞാൻ നേരെ സബ്മിറ്റ് കൊടുത്ത് നോക്കാം ഇത് നോക്കാമെന്നുണ്ടോ. ഔട്ട്പുട്ട് ശരിയായിട്ട് വരേണ്ടതാണ്. അതെ, സ്കാനഫിൽ മിസ്റ്റേക്ക് ഇല്ലേ? ആദ്യത്തെ സ്കാനഫില് എന്താണ് മിസ്റ്റേക്ക്? അല്ല, പെർസെന്റേജ് ഡി അല്ലേ കൊടുക്കണ്ടേ? ഓക്കെ അതാ പ്രശ്നം പറ്റി. സോറി എന്റെ പ്രശ്നം. ശരിയാ. പെർസെന്റേജ് ഡി തന്നെ ഞാൻ പെട്ടെന്ന് മാറിപ്പോയി. അപ്പത്തേക്ക് സബ്മിറ്റ് കൊടുക്കുക. അപ്പത്തേക്കും കറക്റ്റ് ആൻസർ കാണിക്കും. അത് ടൈം 0 സെക്കൻഡ്സ് എക്സിക്യൂട്ട് ചെയ്തു വെച്ചാൽ അത്രയും മില്ലി സെക്കൻഡ്സ് 0.00 അത്രയും സെക്കൻഡ്സിൽ എക്സിക്യൂട്ട് ചെയ്തു. ഇതിപ്പോഴത്തേക്കും കറക്റ്റായി വന്നു. ഇങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ടെസ്റ്റ് കേസ് ഒന്നുകൂടെ കാണിക്കാം ഇത് റൺ ചെയ്യുമ്പോഴത്തേക്കും. മറ്റേത് ഈ ലൂപ്പ് ഒന്ന് എന്നാന്ന് വെച്ചാൽ അപ്പൊ കറക്റ്റ് ഇൻപുട്ടും ഔട്ട്പുട്ടും വന്നു. മറ്റേത് ഇപ്പം ഞാനിവിടെ ആൻഡ് കൊടുത്തപ്പോഴത്തേക്കും ടിക്ക് ഒരു ഗാർബേജ് വാല്യൂ എന്ന് പറഞ്ഞ വാല്യൂ കയറി വരും. അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം ഒരു വലിയ നമ്പർ ആയിരിക്കും. അപ്പോഴത്തേക്കും ലൂപ്പ് അങ്ങ് പൊക്കോണ്ടിരിക്കും. അതുകൊണ്ടാ വന്നത്. ടി മൈനസ് അല്ലേ. അപ്പം അത് ചിലപ്പോൾ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഇൻഫിനിറ്റ് ലൂപ്പ് ആവും. അങ്ങനെ അതുകൊണ്ടായിരിക്കും മെമ്മറി ലിമിറ്റ് എക്സീഡ് എന്ന് കാണിച്ചത്. അപ്പൊ അത് നോക്കണ്ട, അത് എന്റെ പ്രശ്നമായിരുന്നു. അടുത്ത പ്രോബ്ലം ഇത് ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്തു. അടുത്ത ഞാൻ ഒരു ഒരെണ്ണം കൂടെ കാണിക്കാം. ഓഡ് ഓർ ഈവന്റ്. ഇതെന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് യു ഹാവ് ടു ഡിസ്പ്ലേ വെദർ ദ ഗിവൺ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൻ. അപ്പം ടേക്കൻ ഇൻപുട്ടിന്റെ ഫോർമാറ്റ് ഒരു ടെസ്റ്റ് കേസ് ആയിട്ട് എടുക്കണം. ഈ ടെസ്റ്റ് കേസ് കണ്ടെയ്ൻസ് എ സിംഗിൾ ലൈൻ ഓഫ് ഇൻപുട്ട് ഇൻറ്റിജർ n. പിന്നെ എന്റെ വാല്യൂ ട്രഡീഷണൽ മുമ്പത്തെ പോലെ തന്നെ. ഇതെന്നാ ചെയ്യേണ്ടത്? ഫോർ ഈച്ച് ടെസ്റ്റ് കേസ് പ്രിന്റ് ഓഡ് ഇഫ് നമ്പർ ഈസ് ഓഡ് ആൻഡ് ഈവൺ ഇഫ് നമ്പർ ഈസ് ഈവൺ എന്ന് പറഞ്ഞാൽ 3 കണ്ടു. അപ്പൊ 3 ടൈംസ് ലൂപ്പ് റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പൊ 5 ഓടാണ് ഈവൻ ആണ്, ഓടല്ലേ. അപ്പത്തേക്കും ഓടുന്ന് പ്രിന്റ് ചെയ്യണം. 6 ഈവൻ ആയതുകൊണ്ട് ഈവന്, 8 ഈവൻ ആൻഡ് ഈവൻ. അങ്ങനെ ഇതിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയായിരിക്കുള്ളൂ. ഓക്കെ. അപ്പൊ മുമ്പത്തെ പോലെ തന്നെ ഒരു ടി ഡിക്ലെയർ ചെയ്തു. സ്കാനഫ് ടി എടുത്തു, ടിയുടെ വാല്യൂ എടുത്തു. പിന്നെ വൈൽ ടി മൈനസ് തന്നെ. പിന്നെ മുമ്പത്തെ പോലെ തന്നെ ഇൻഡ് സ്കാനഫ് ഇൻഡ്. ഇനി ഇഫ് n മോഡുലസ് 2. ഇവിടെ ഈ മോഡുലസ് എന്നാന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ ക്ലാസ്സിൽ? മോഡുലസ് പറഞ്ഞാൽ റിമൈൻഡർ ആണ് ഇത് ചെയ്യുന്നത്. വെച്ചാൽ
n മോഡുലസ് 2 എന്ന് പറയുവാണെങ്കിൽ n ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ട് റിമൈൻഡർ എത്ര കിട്ടുന്നത് എന്ന് വെച്ചാൽ ഇപ്പം 13/2 ഒക്കെ ചെയ്യുവാണെങ്കിൽ 13/2 ആണെങ്കിൽ 1 കിട്ടും. കാരണം 13/2 ചെയ്യുമ്പോഴത്തേക്കും 6 അല്ല ആൻസർ, 6 പോയിന്റ് സംതിങ് അല്ല വരുന്നത്. അപ്പൊ പോയിന്റ് അല്ലാണ്ട് 1 എങ്ങനെയാ പറയുന്നത്, ഈ റിമൈൻഡർ സാധാരണ റിമൈൻഡർ വരത്തില്ല, അത് തന്നെ ഇത്. ഇപ്പം ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ റിമൈൻഡർ ഒന്നും 0 അല്ലേ വരണ്ടേ. അതുകൊണ്ടാണ് ഇഫ് n മോഡുലസ് 2 = 0 ആണെങ്കിൽ printf ഈവൻ /n. എൽസ് വെച്ചാൽ ഈവൺ അല്ലെങ്കിൽ ഓടുന്ന പ്രിന്റ് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ ഈ പ്രോഗ്രാം. ഇത് നമുക്ക് നോക്കാം, സാമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട്. അപ്പം ഇതാണ് ആ പ്രോഗ്രാം. ഇത് കറക്റ്റ് ആയിട്ട് വന്നു. 5 ഓടാണ്, 6 ഈവൻ ആണ്, 8 ഈവൻ ആണ്. അങ്ങനെ എന്നിട്ട് ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. സബ്മിഷൻ ഇച്ചിരി നേരെ എടുക്കും. അത് വരുമ്പോഴത്തേക്കും തന്നെ മേളിൽ ഒന്നല്ലെങ്കിൽ എറർ എന്തെങ്കിലും കാണിക്കും, അല്ലെങ്കിൽ ഗ്രീൻ കളർ പ്രോബ്ലം കറക്റ്റ് ആൻസർ കാണിക്കും, അല്ലെങ്കിൽ TLE എന്നൊക്കെ വരും. TLE എന്ന് പറഞ്ഞാൽ ടൈം ലിമിറ്റ് എക്സീഡഡ് ആണ്. അപ്പം നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെ 2 പോളായി. ബാക്കി നിങ്ങൾ ഓരോ ദിവസം ചുമ്മാ പ്രോബ്ലംസ് ഒക്കെ എടുത്ത് നോക്കുക. അതൊക്കെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് തന്നെ ചെയ്യാം. സി തന്നെ വേണമെന്നില്ല, ജാവയോ C++ എന്തെങ്കിലും ഓൾറെഡി അറിയാവുന്ന ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. എടാ അരവിന്ദ്, വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? എല്ലാവർക്കും ടെസ്റ്റ് കേസ് എന്താ മനസ്സിലായിട്ടുണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ? ഈ ഫസ്റ്റ് കേസിലെ 4, 9 ഇൻപുട്ട് കൊടുത്തില്ലേ, അത് റിവേഴ്സ് ഓർഡറിലാണ് വരണമെന്നുണ്ടോ? ആരുടെ ക്വസ്റ്റ്യൻ എടുക്കണം? ഇതല്ലേ, ഇത് ടൈപ്പ് എററാണ്, തെറ്റിപ്പോയതാണ്. ഈ കോഡ് ഷെഫിൽ ഇങ്ങനെ ടൈപ്പ് എറേഴ്സ് കുറെ ഉണ്ട്, അത് നോക്കണ്ട. അത് സാമ്പിൾ ഇൻപുട്ട് ആ സെഷൻ എടുത്ത് 4 ഉണ്ടോ? സാമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് അത് നോക്കിയാൽ മാത്രം 4 ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോഗ്രാമിൽ 4 തവണ ഈ പ്ലാറ്റ്ഫോം ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യും. അതിന്റെ സാമ്പിൾ ആയിട്ടുള്ള ഇൻപുട്ട് ആണ് 4 താഴെ 0297. അതങ്ങനെ തന്നെ ഔട്ട്പുട്ട് ആയിട്ട് പ്രിന്റ് ചെയ്യുക. അത് നമ്മൾ യൂഷ്വലി നമ്മൾ തന്നെ പ്രോഗ്രാം എഴുതുമ്പോൾ എന്താ, നമ്മളൊരു പ്രിന്റ്എഫിനുള്ള എൻ്റർ നമ്പർ എന്നൊക്കെ കൊടുക്കണേ. ഈ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിൽ നിങ്ങളെ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളാ ഡേറ്റനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണോ അവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ബാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് ടെസ്റ്റ് കേസിന് യൂഷ്വലി മീൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പ്ലാറ്റ്ഫോമായിട്ട്? പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ വായിക്കണേ, കൺസ്ട്രെയിന്റ് എന്താണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്തോട്ടോ. നിങ്ങൾക്ക് 10 ദിവസം ഉണ്ടോ. ഓരോ പ്രോബ്ലത്തിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മാക്സിമം കണ്ടുപിടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. മാക്സിമം നിങ്ങൾ തന്നെ സ്വയം പഠിച്ച് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഇൻ കേസ് ഒന്നും പറ്റില്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ആയിക്കോട്ടോ.